നിറങ്ങളെയും പുതിയ പുതിയ ഡിസൈൻസുകളെയും ഹാൻഡ് ബ്ലോക്ക് പ്രിൻസുകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക്, കുറച്ച് സ്ത്രീകൾക്കെങ്കിലും ചിലപ്പോൾ എന്നെ പരിചയം ഉണ്ടാവും. എനിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. എൻ്റെ പേര് പ്രജിന ജാനകി. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ ഡിസൈനറായിട്ടല്ല. എന്നെ നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ലൈഫ് കോച്ച് എന്നോ മെൻറ്റർ എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഇതിനു മുമ്പ് ഏകദേശം ഒരു 1.5-2 വർഷം മുമ്പ് ഞാനൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അറിയുന്ന ഒരാളാണ്, അതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇതായോ? ഒരിക്കലും അതൊന്നും ഇട്ടിട്ടില്ല. അതെൻ്റെ പാഷനാണ്, ഇതെൻ്റെ പ്രൊഫഷനാണ്. ജീവിതത്തിൻ്റെ പല സിറ്റുവേഷനുകളിലും നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്ന ഒരുപാട് ചോദ്യങ്ങൾ അപ്പം എനിക്കും ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തർക്കും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യത്തിലാണ് എവിടെയാണോ പഠിച്ച് നിർത്തിയത് അവിടെ നിന്ന് ഞാൻ പിന്നെയും തുടങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ അറിയാലോ, നമ്മൾ എന്ത് പഠിക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സ് പഠിക്കുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ചിലർക്ക് ഉണ്ടാവും. അതുപോലെ എനിക്കുണ്ടായി. കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 2 വാക്കുകൾ എടുക്കാം നമുക്ക്. ഒന്ന് സൈക്കോളജിസ്റ്റ്, അതല്ലെങ്കിൽ കൗൺസിലർ. രണ്ടാമത്തത് ലൈഫ് കോച്ച്. ഇത് എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്, പക്ഷെ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഫസ്റ്റിൽ തന്നെ അതൊരു ക്ലാരിറ്റി തന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയും ഞാനിതുപോലെ കുറച്ച് വീഡിയോസ് ചെയ്യും, നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു അടിസ്ഥാനം വേണമെന്നുള്ള നിലയ്ക്ക് ഞാനൊരു ക്ലാരിറ്റി തരാം. ഈ സൈക്കോളജിസ്റ്റ് അതല്ലെങ്കിൽ കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു വഴി കാണിച്ചു തരികയാണ്, നമുക്കൊരു സഹായം. അതായത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ, നമുക്ക് എല്ലാവരുടെയും ജീവിതം ഒരുപോലെ ആയിരിക്കില്ല. പലതരത്തിലുള്ള വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മളിപ്പോൾ സുപരിചിതമായിട്ടുള്ള വേർഡാണ് ട്രോമ, ഫിയർ, അല്ലേ? ഇതുപോലെ ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറച്ച് പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവാം. അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളെ ജീവിതത്തിലേക്ക് മുന്നോട്ട് ഒരു വഴി കാണിച്ചു തരുന്ന ഒരു സഹായി, അതാണ് കൗൺസിലർ അതല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ്. അതൊരിക്കലും നിങ്ങളുടെ തെറ്റും ശരിയും നിർണ്ണയിക്കുന്ന ആളോ അതല്ലെങ്കിൽ നിങ്ങൾ അതല്ല ശരി ഇതാണ് ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളോ അല്ല ഒരു സൈക്കോളജിസ്റ്റ്. അവർ നിങ്ങളെ കേൾക്കും, അവർ നിങ്ങളെ എല്ലാ രീതിയിലും ഒരു ജഡ്ജ്മെൻറ്റിലും ഇല്ലാതെ നിങ്ങളെ എല്ലാ രീതിയിലും അവർക്ക് കേൾക്കാൻ പറ്റണം. ആ കേട്ടതിന് ശേഷം അവർ നിങ്ങൾക്ക് എന്ത് വേണോ ഒരു വഴി കാണിച്ചു തരണം. ഇനി എങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തോ നമ്മൾ പോയിട്ടുണ്ടാവുക. അവിടെ നമുക്ക് കൃത്യമായിട്ട് സമാധാനത്തിൽ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോവാം, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി, ആ പേടിയും, നമുക്ക് കേൾക്കുന്ന വേർഡാണ് ട്രോമ, ഫിയർ, ഇതൊക്കെ മാറ്റി ഒരു സമാധാനത്തിലുള്ളൊരു ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നതിലേക്ക് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ഒരാളാണ് ഒരു കൗൺസിലർ അതല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ്. പിന്നെ ലൈഫ് കോച്ചിൻ്റെ ഒരു വ്യൂ എപ്പോഴും മുന്നോട്ടേക്കായിരിക്കും. അതായത് നിങ്ങളെ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിന്നിട്ട് നിങ്ങളെ എന്താണ് നിങ്ങളുടെ ഗോള്, ആ ഗോളിലേക്ക് നിങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിലാണ് എപ്പോഴും ഒരു ലൈഫ് കോച്ചിൻ്റെ ശ്രദ്ധ ഉണ്ടാവുക. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം, അതായത് ഈ ലൈഫ് കോച്ചും അതല്ലെങ്കിൽ ഈ കൗൺസിലർ, സൈക്കോളജിസ്റ്റ് തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഒരു ആക്സിഡൻറ്റ് മൂലം ഒരു ചെറിയ ഫിയർ, വണ്ടി ഓടിക്കാനും റോട്ടിലേക്ക് എടുക്കാനും ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവാം, ഒരു ബുദ്ധിമുട്ട് വരികയാണ്. അപ്പം നമ്മൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ എന്തുകൊണ്ടാണ് ആ പേടി ഇല്ലാതെ എങ്ങനെ വണ്ടി എടുക്കാം എന്ന രീതിയിൽ നമ്മുടെ കൂടെ നിന്ന് ധൈര്യം തന്ന് നമ്മളെ ഉള്ളിലെ ഫിയറൊക്കെ മാറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആ വണ്ടി മുന്നോട്ടെടുക്കാൻ സഹായിക്കുന്ന ഒരാളായിരിക്കും ഒരു സൈക്കോളജിസ്റ്റ്. ലൈഫ് കോച്ച് എന്താണ്? കാരണം നമുക്ക് എത്താനുള്ളൊരു പോയിൻ്റ് ഉണ്ടാവും. അതായത് ഈ കാർ ഓടിച്ച് പോകുന്ന ആൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ എത്തേണ്ട ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിന്റിലേക്ക് നമുക്ക് ഏത് രീതിയിൽ ഡ്രൈവ് ചെയ്യാം, ഏത് റൂട്ടിൽ പോവാം, എങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എത്താം എന്ന രീതിയിൽ നമ്മളെ കോച്ച് ചെയ്യുന്ന ഒരാളാണ് ലൈഫ് കോച്ച്. അപ്പം ഇത്രയും ഒരു ഉദാഹരണത്തിൽ കൂടെ നിങ്ങൾക്ക് രണ്ടും തമ്മിലൊരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ആ ബുദ്ധിമുട്ടുകളെ അപ്രോച്ച് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പം അതല്ലെങ്കിൽ ചാനലുകളിൽ ന്യൂസ് വായിക്കും, നമ്മൾ എത്രയാണ് കേൾക്കുന്നത്, എത്ര കുട്ടികൾ മരിക്കുന്നു, അല്ലെങ്കിൽ പ്രണയനൈരാശ്യം കൊണ്ട് മരിക്കുന്നു, അതല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റത്തിന് മരിക്കുന്നു എന്ന് ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ചിലരെങ്കിലും വിചാരിക്കും അവർക്ക് എന്തിൻ്റെ കേടാ, വല്ലാത്ത കുട്ടി, പല രീതിയിൽ നമ്മൾ ചില വിമർശനങ്ങൾ, സങ്കടം കൊണ്ടാണെങ്കിൽ പോലും അത് വിമർശനങ്ങളായിട്ട് നമ്മളെ മനസ്സിന് വരാറുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഒരേപോലെ അല്ല നമ്മളെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക. ചിലർക്ക് ചില സിറ്റുവേഷൻ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവില്ലാത്തവരുണ്ട്. അതുകൊണ്ട് അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല മുമ്പിൽ. അതായത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിന് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, എത്ര ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട് നമ്മളെ നാട്ടിൽ. അവരെങ്ങനെയാണ് മുന്നോട്ട് പോയത്? അത് മരുന്നുകൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. ശരീരം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മനസ്സ്.
ഏതോ ഒരു സിനിമയിൽ ദുൽഖർ സൽമാൻ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് എന്താണ്, നമ്മുടെ വിധി എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. അതെവിടെ നിന്ന് വരും? അത് മനസ്സെന്നാണ് വരേണ്ടത്. അപ്പോൾ ആരോഗ്യമുള്ള മനസ്സ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ജീവിതത്തിൽ. എപ്പോഴും ആലോചിക്കുക, ആരോഗ്യമുള്ള ശരീരം പോലെ വളരെ ഇമ്പോർട്ടൻ്റായി നിൽക്കുന്നൊരു കാര്യമാണ് ആരോഗ്യമുള്ള മനസ്സ്. ആരോഗ്യമുള്ള മനസ്സിൽ നിന്നാണ് നല്ല തീരുമാനങ്ങൾ പുറത്തേക്ക് വരിക. അതിന് നിങ്ങളുടെ കൂടെ ഞാനും ഊർജയും ഇനിയുണ്ടാവും.